ഐതിഹ്യ പെരുമയും ആചാര പ്രൗഢിയും നിറഞ്ഞ ഒരു അനുഷ്ഠാന കലയാണ് മത്തവിലാസം കൂത്ത്. അത്യപൂർവം ശിവക്ഷേത്രങ്ങളിൽ മാത്രം നടത്തി വരാറുള്ള മത്തവിലാസം കൂത്തിന്റെ വിശേഷമാണ് ഇനി. തളി മഹാദേവ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ഈ തളി മഹാദേവ ക്ഷേത്രം. ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു അനുഷ്ഠാന കലയുടെ ഒരു വിശേഷത്തിലേക്കാണ് ഇനി പോകുന്നത്. ഒരുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ വന്ന് കുളിച്ച് വന്ന് ശുദ്ധമായിട്ട് വന്ന് വേഷം കൊട്ടാൻ തുടങ്ങുന്നു. ഇത് തന്നെയുള്ളൂ വേഷം. അതിനെ ഒരുക്കുക എന്നുള്ള തന്നെ പ്രത്യേകം പറയും. മറ്റുള്ള കൂത്തിനെ ഒരുക്കണ പോലെ തന്നെയാണ് ഒരുക്കണത്. പ്രത്യേകത്തൊന്നും ഇതിനായിട്ടില്ല, ഒരുക്കണേനില്ല. ഒരുക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം പറയും തലയെ കെട്ടുക എന്ന് പറയും. ഒരു ചുവപ്പ് ശീല തലയെ കെട്ടും. അപ്പോൾ അതോട് കൂടിയിട്ട് ഇതായി അത് കഴിഞ്ഞാൽ പിന്നെ മുഖത്ത് ഇത് ചെയ്യണു, കണ്ണെഴുതണു. ഇത് തന്നെയാണ് അതിൻ്റെ മുഖത്തുള്ളത്. പിന്നെ ശരി ഇതുള്ള മറ്റേ ആടയാഭരണങ്ങൾ ധരിക്കണം. ഇതാണ് ഒരുങ്ങുക എന്നുള്ളതെന്ന് പറയുന്നത്. മത്തവിലാസം കൂത്ത് എന്ന് പറയുന്നത് മഹാശിവക്ഷേത്രങ്ങളിലാണ് സാധാരണ നടത്തി വരാറുള്ളത്. അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം കൊട്ടിയൂർ മഹാശിവക്ഷേത്രം, അതുപോലെ തളി കോഴിക്കോട് തളി മഹാക്ഷേത്രം, അങ്ങനെ അപൂർവം ശിവക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഈ വിശേഷമായ മത്തവിലാസം കൂത്ത് നടത്തി വരാറുള്ളത്. പിന്നെ സമുദ്രരാജാവിൻ്റെ ക്ഷേത്രമാണിത്, മഹാക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ശിവനെ പോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ ഒരു വിശേഷമായ അമ്പലമാണ് തളി മഹാക്ഷേത്രം. മത്തവിലാസം കൂത്ത് മൂന്ന് ദിവസമായിട്ടാണ് നിർവഹിക്കുക. അതിൽ ആദ്യത്തെ ദിവസം പുറപ്പാടാണ്, പിറ്റേ ദിവസം നിർവഹണം എന്ന് പറയും, മൂന്നാമത്തെ ദിവസം കപാലി എന്ന് പറയും. അതിൽ നൃത്തം ചെയ്യുകയും നൃത്തം കണ്ടും കൊണ്ടും നിൽക്കുന്ന ഭഗവാൻ നിങ്ങളെ രക്ഷിക്കട്ടെ എന്നൊരു ആശീർവാദമാണ് അതിൽ ആദ്യത്തെ ദിവസം വരുന്നത് പ്രധാനമായിട്ട്. പിന്നെ കുറേ നൃത്തമായിട്ട് കുറേ ചടങ്ങുകളാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ആ നൃത്തത്തിൻ്റെ പ്രാധാന്യമാണ്, നൃത്തം എങ്ങനെ ഉണ്ടായി എന്താണെന്നുള്ള പ്രാധാന്യം പറയുകയാണ്. സുബ്രഹ്മണ്യൻ താരകാസുരനെ നിഗ്രഹിച്ച സമയത്തെങ്കിൽ എല്ലാവരും ഭദ്രകാളിയൊക്കെ ഇങ്ങനെ ഇതായിട്ട് യവന്മാരുടെ നേരെ വന്നപ്പോൾ ആ ഭദ്രകാളിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ ശ്രീപരമേശ്വരൻ നൃത്തം ചെയ്തു. അപ്പോൾ എല്ലാവരും നൃത്തം ചെയ്തു. അങ്ങനെ ഭഗവാൻ നൃത്തം ചെയ്തും കൊണ്ടും നൃത്തം കണ്ടും കൊണ്ടും നിന്നു എന്നുള്ളതാണ് അതിലത്തെ ഒരു വിഷയം. ആ നൃത്തം ഭഗവാന്റെ ആ നൃത്തത്തെ ഒന്ന് കൊണ്ട് കാണിക്കുന്ന ദിവസമാണ് കപാലി എന്ന് പറയുന്ന മൂന്നാം ദിവസത്തെ വിഷയം വരുന്നത്.
പിന്നെ അതിൽ നൃത്തത്തിൻ്റെ ഇത് പറയുമ്പോൾ അതിൽ താരകാസുരനെ നിഗ്രഹിക്കേണ്ടതാണ്. അപ്പോൾ അതിൽ കാമദഹനം, കാമദേവനെ ദഹിപ്പിക്കണ വിഷയം വരുന്നു. പിന്നെ പാർവതി വിവാഹം ചെയ്ത് സുബ്രഹ്മണ്യൻ ഉണ്ടാവണു. ഇതാണ് 3 ദിവസം കൊണ്ട് ചെയ്യണത് മത്തവിലാസത്തിൻ്റെ പൊതുവായിട്ടുള്ളത്. ശിവക്ഷേത്രങ്ങളിലാണ് നടത്തുക. അങ്ങനെ പല ക്ഷേത്രങ്ങളിലും നടത്തുന്നുണ്ട് ഇങ്ങനെ. അതൊരു അമ്പലത്തിലെ ഒരു എന്താ പറയണ്ടേ, ഒരു ചടങ്ങായിട്ടാണ് നടത്തുന്നത്. മനസ്സിലായോ? ഒരു അനുഷ്ഠാനമായിട്ട് നടത്തി വരുന്നതാണ്. അഭീഷ്ടകാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ ഭഗവാനെ നൃത്തം കൊണ്ട് ഉപാസിക്കുക എന്നുള്ള ഒരു ഇതിലാണ് അത് ചെയ്യണത്. ഇവിടെ ഈ മത്തവിലാസം കൂത്ത് എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനം ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള കഥകളാണ്. അതായത് അത് പല്ലവ രാജാവാണ് ഈ കഥയുടെ രചയിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത്രയും പ്രാചീനമായ ഒരു കലാരൂപമാണ് മത്തവിലാസം കൂത്ത്. പിന്നെ എന്താ പറയുക, ഇത് കപാലി വേഷധാരിയായ, അതായത് കപാലിയായിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്. അതായത് ഒരു ബ്രഹ്മഹത്യ പാപം മാറാൻ വേണ്ടിയിട്ട് സത്യസോമൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണന് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു കഥയാണ് മത്തവിലാസം കൂത്ത്. അതായത് ഇതിൻ്റെ പ്രത്യേകത, ഈ കൂത്ത് നേരിട്ട് കണ്ട് ഇതിൻ്റെ അനുഗ്രഹം നേരിട്ട് തന്നെ വാങ്ങുന്നതാണ് ഈ കൂത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രത്യേകത. ഇത് അനുഭവിച്ചറിയണം. അതായത് ബ്രഹ്മഹത്യാപാപം, അതുപോലെ സന്താനലബ്ധിക്കാണ് ഈ വഴിപാട് അധികം ചെയ്തു വരാറുള്ളത്. എന്തായാലും ഇതൊരു വലിയ വിശേഷം. നമുക്കിപ്പോൾ പെട്ടെന്ന് മനസ്സിലാവുകയാണെങ്കിൽ കൃഷ്ണനാട്ടം ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെയാണോ അങ്ങനെയാണ് മത്തവിലാസം കൂത്ത് മഹാദേവന്.
ഒരു പ്രത്യേകത തളിയിൽ നമ്മൾ ചെയ്യുന്നത് എല്ലാവർക്കും ഒരു മത്തവിലാസം കൂത്ത് നടത്താൻ വലിയ ചിലവ് വരുന്നത് കൊണ്ട് അത് വലിയൊരു വലിയ പ്രയാസമായിരിക്കും. അപ്പം എല്ലാവർക്കും ഈ വഴിപാടിൽ പങ്കാളിത്തം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ച് എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ വാങ്ങി വഴിപാട് ആക്കിയിട്ട് ഒരു മത്തവിലാസം കൂത്ത് നടത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും സൗകര്യമാണ്. അല്ലെങ്കിൽ ഇത് വലിയ ഒരു ബൃഹത്തായ തുക ചിലവ് വരുന്ന ഒരു കൂത്താണ്, അല്ലെങ്കിൽ ഒരു കലാരൂപമാണ് മത്തവിലാസം കൂത്ത്.